Hi dear students, ഡോക്ടർ ജെയിംസ് ടെയ്ലർക്ക് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 234 ഈ എപ്പിസോഡിൽ അർജൻറ്റം മെറ്റാലിക്കം എന്ന അധ്യായത്തിൻ്റെ 5-ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പെൽവിക് സിംറ്റംസിനെ കുറിച്ചുള്ള വിവരണത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കൂടാതെ മറ്റു ചില പർട്ടിക്കുലർ സിംറ്റംസിനെ കുറിച്ചുള്ള വിശദീകരണം ഇവിടെയുണ്ട്. എങ്കിലും ഈ ഭാഗത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ മാരക സ്വഭാവമുള്ള മുഴകളെയും കോശ വളർച്ചകളെയും ഈ ഔഷധം അല്ലെങ്കിൽ പൊതുവെ ഹോമിയോപ്പതിക് ഔഷധങ്ങൾ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ അതുമായിട്ട് ഇടപെടുന്നു എന്നതിനെക്കുറിച്ച് എൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് ഞാൻ കരുതുന്നു. ക്യൂറേറ്റീവായിട്ടും പാലിയേറ്റീവായിട്ടും ഹോമിയോപ്പതിക് ഔഷധങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇതിപ്പോൾ ക്യാൻസർ ചികിത്സയിൽ ഹോമിയോപ്പതി വളരെയധികം മുന്നേറിയിട്ടുണ്ട്. നിരവധി പേർ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നുണ്ട്, പഴയതിലധികം ആശ്രയിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ആ രോഗിയെ സുഖപ്പെടുത്തി ജീവശക്തിയെ ക്രമപ്പെടുത്തുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിക്കുള്ള പ്രാധാന്യം നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ഉൾക്കാഴ്ച എൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇൻഫാക്ട് ദ വോൾ പെൽവിക് സിസ്റ്റം ഈസ് എൻഗോർജ്ഡ്, ഇൻക്രീസ് ഇൻ വെയ്റ്റ്, ടിഷ്യൂസ് ഇൻഫിൽട്രേറ്റഡ്, ലൈക്ലി ടു ബി ഹാർഡൻഡ്. ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളും തന്നെ വലുതാകുകയും അതിൻ്റെ ഭാരം കൂടുകയും അതിലെ കോശങ്ങൾ കലകൾ കട്ടിയാകുകയും ഒക്കെ ചെയ്തതാകാം. സെർവിക്സ് കൺജസ്റ്റഡ് ആൻഡ് ഇൻഡുറേറ്റഡ്, ഗർഭാശയമുഖം വീർത്ത് കെട്ടി കല്ലിച്ചു. ടേക്സ് ഓൺ അൾസറേഷൻ, അവിടെ വ്രണമുണ്ടാകുന്നു, അവിടെ പഴുക്കുന്നു. ഗ്രേറ്റ്ലി എൻലാർജ് കൺജസ്റ്റഡ്, വല്ലാതെ വലുതായി വിങ്ങിയിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ പാലിയേറ്റീവ് മെഡിസിൻ ഇൻ എപ്പിത്തീലിയം ഓഫ് ദ സെർവിക്സ് വിത്ത് ബേണിംഗ്, സ്റ്റിങ്ങിങ് പെയിൻസ്, കോപ്പിയസ് ലിക്വിഡ് യെല്ലോയിഷ് ഗ്രീൻ ആൻഡ് ബ്ലഡി ഡിസ്ചാർജ്. അപ്പോൾ ഗർഭാശയ മുഖത്തെ അർബുദത്തിൻ്റെ അവസ്ഥയാണ് എൻ്റെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഴുപ്പായി, പഴുപ്പിൻ്റെ സ്രവമായി, വല്ലാത്ത ദുർഗന്ധമായി, പൊള്ളലായി, കുത്തുന്ന വേദന എന്നൊക്കെ പറയുമ്പോൾ അർബുദത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു അവസ്ഥയിൽ ഒരു റാഡിക്കൽ ഹീലിംഗ് സാധ്യമല്ല. അവിടെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത് എൻ്റെ പിന്നീട് പറയുന്നുണ്ട്. ഇത് സ്ക്യൂഡ് ടെൻഡൻസി ടു മെനറാജിയ, കോപ്പിയസ് menstrual flow, the relaxation that must be present in hemorrhages that soon be overcome when the symptoms agree and the general state is present. ഒരു 7 ദിവസത്തേക്ക് കൂടുതൽ കവിഞ്ഞു വരുന്ന ആർത്തവ രക്തസ്രാവം, അതിൻ്റെ പിന്നിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണം. വല്ലാതെയുള്ള ആർത്തവ രക്തസ്രാവം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ റിലാക്സ്ഡ് കണ്ടീഷനിലാണ് സ്രവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ലക്ഷണങ്ങൾ യോജിക്കുകയാണെങ്കിൽ അർജൻറ്റം മെറ്റ് അതിന് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തും. മാലിഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട കേസല്ലത്, പക്ഷേ മാലിഗ്നൻസിയുടെ തുടക്ക കണ്ടീഷനാകാം. അത് വളരെ വേഗം അതിനെ ഓവർകം ചെയ്യും. എപ്പോഴാണ് എൻ്റെ ജനറൽ സ്റ്റേറ്റ് ഈസ് പ്രസൻറ്റ്. അർജൻറ്റം മെറ്റിൻ്റെ പൊതുസ്ഥിതി അവിടെ ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് വേറെ ഏത് ഔഷധമാണെങ്കിലും അങ്ങനെ തന്നെ അതേ ഔഷധത്തിൻ്റെ പൊതു സ്വഭാവം ഉണ്ടെങ്കിൽ, സാധാരണഗതിയിൽ സ്ട്രോങ് ജനറൽസും അതിൻ്റെ മൊഡാലിറ്റീസും വളരെ കൃത്യമാണെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കാര്യമായി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അൾസർ ഓഫ് ദ യൂട്രസ്, ഡിസ്ചാർജ് പ്യൂരിലൻറ്റ് കോറസ്. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ വ്രണങ്ങൾ, അതിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ ദുർഗന്ധമുള്ളതാണ്. അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ ദ്രവിപ്പിക്കും. അത് വല്ലാതെ കട്ടിയായിട്ടും അമിതമായിട്ടും ഉള്ളതാണ്. ഇത് കൊട്ടേഷനാണ്. സംടൈംസ് ബ്ലഡി വാട്ടർ വിത്ത് അൺബെയറബിൾ സ്റ്റേജ്. ചില സമയത്ത് പഴുപ്പായിരിക്കില്ല, വെറുതെ വെള്ളം പോലെ ആയിരിക്കും വരുന്നത്, പക്ഷേ സഹിക്കാനാവാത്ത നാറ്റം, അത്രയ്ക്ക് നാറ്റം ഉണ്ടാവും. പഴുപ്പ് മറ്റും ഉണ്ടാവില്ല, നിറവ്യത്യാസം ഉണ്ടാവില്ല, വെള്ളം പോലെ ആയിരിക്കാം. അത് അർജൻറ്റം മെറ്റിൻ്റെ ഡിസ്ചാർജസിൻ്റെ ഒരു പൊതു സ്വഭാവം കൂടിയാണല്ലോ. ഇറ്റ് ഈസ് എ മെഡിസിൻ ഓഫ് ഗ്രേറ്റ് യൂസ് ഇൻ ഹൊറിബിളി ഒഫൻസീവ് ലിക്കോറിയ. അല്ലാതെ നാറ്റമുള്ള വെള്ളപ്പോക്കിൻ്റെ കാര്യത്തിൽ വളരെയധികം ഉപകാരമുള്ളൊരു ഔഷധമാണിത്. ബ്രാക്കറ്റിൽ
കാലി ആഴ്സും കാലി ഫോഴ്സും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. ഈ വീണ്ടും കൊട്ടേഷനാണ്. നെക്ക് ഓഫ് ദി യൂട്രസ് വെരി മച്ച് സ്വോളൻ, പ്രസൻറ്റഡ് എ സ്പോഞ്ചി മാസ്, ഡീപ്ലി കൊറോഡഡ് വിത്ത് അൾസേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇതൊരു മോശം അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഗർഭാശയത്തിൻ്റെ ആ കഴുത്ത് അവിടെ വല്ലാതെ വിങ്ങി, അവിടെ സ്പോഞ്ചി മാസ്, മൃദുവായിട്ടുള്ള ഒരു മാംസപിണ്ഡം പോലെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വല്ലാതെ ദ്രവിച്ചു, ആഴത്തിൽ അത് ദ്രവിച്ച് ആഴത്തിൽ അതിന് കേടുപറ്റിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലേക്കും ആ വ്രണം പോയിട്ടുണ്ട്, ആ പഴുത്തു പോകുന്നത് പല ഭാഗങ്ങളിലേക്കും. അപ്പോൾ അതൊക്കെ ഒരു മോശം ലക്ഷണങ്ങളാണ്. where it was given in case of cirrus of the uterus it says. യൂട്രസിൻ്റെ സിറസ് കണ്ടീഷൻ, കോളിഫ്ലവർ പോലെയൊക്കെ വലുതായിരിക്കുന്നൊരവസ്ഥ, അത് അർബുദത്തിൻ്റെ ഒരു മോശമായൊരവസ്ഥ. ലെസ് ദാൻ 3 days ഫോൾ സ്മെൽ വാസ് ലോസ്റ്റ് എൻ്റയർലി. 3 ദിവസം പോലും എടുത്തില്ല, ആ ദുർഗന്ധം പോയി. കൊട്ടേഷനാണ്. പിന്നെ റെമഡി ആക്ട്സ് ഇൻ ദാറ്റ് മാനർ ഇറ്റ് ആക്ച്വലി സ്റ്റോപ്പ് ദ ഗ്രോത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഔഷധം പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് വളരെ വേഗം അതിൻ്റെ ദുർഗന്ധമൊക്കെ പോയി, സ്രവം ഇല്ലാതായി എന്ന് പറയുമ്പോൾ ക്യാൻസറസ് പോർഷൻ്റെ വളർച്ചയെ അത് നിർത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതുകൊണ്ട് അന്തിമഘട്ടത്തിലിരിക്കുകയാണെങ്കിൽ സൗഖ്യം പ്രതീക്ഷിക്കണമെന്നില്ല, ഒരു പാലിയേഷൻ പ്രതീക്ഷിച്ചാൽ മതി. ഇൻഫാക്ട് എ ക്യാൻസർ സ്റ്റേജ് ദാറ്റ് വുഡ് ഗോ ഓൺ ടു ഇറ്റ്സ് ടെർമിനേഷൻ ഇൻ 14 to 16 months, 14 അല്ലെങ്കിൽ 16 മാസങ്ങൾ, അല്ലെങ്കിൽ മാക്സിമം അതായത് പരമാവധി 1.5 വർഷമൊക്കെ ജീവിച്ചിരുന്ന് മരിച്ചു പോയൊരു കേസ്. ഇതേപോലെ അർജൻറ്റൻ മെറ്റ് പോലെ അവിടെ യോജിക്കുന്നൊരു ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗോ 2 or 3 years. 1.5 വർഷം പരമാവധി പോകേണ്ടത് 2-3 വർഷം ആ രോഗി സുഖമായിട്ട് മുന്നോട്ട് പോകും. ദ പേഷ്യൻ്റ് റിമെയിൻ കംഫർട്ടബിൾ. അത് പ്രധാന കാര്യം. രോഗിക്ക് സൗഖ്യം ഉണ്ടാകും, കംഫർട്ടബിളായിരിക്കും. സൗഖ്യം എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല, പക്ഷേ രോഗിയുടെ ആ ഒരു ആശങ്കയും മരണഭയവും ഒക്കെ പോയിട്ട് കംഫർട്ടബിളായിട്ടിരിക്കും. മരിക്കുന്നവർ കംഫർട്ടബിളായിരിക്കും. അത് നിരവധി പേരുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണത്. ദർമഡി ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് സ്റ്റോപ്പ് ദ അൾസറേഷൻ, ഇറ്റ് ചെക്സ് ദ ഡിസ്ട്രക്ഷൻ. അപ്പോൾ അൾസറേഷന്, വ്രണങ്ങൾ ഉണ്ടാക്കുന്നതിനെ നിർത്തൽ ചെയ്യുന്ന ഔഷധം ആ വ്രണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു വിനാശത്തെയും അത് നിർത്തൽ ചെയ്തു. ക്യാൻസറിൻ്റെ കൂടുതൽ മുന്നോട്ടുള്ള ആ ഒരു വിനാശത്തെ നിർത്തൽ ചെയ്തു. പക്ഷേ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞ ആ ഒരു വിനാശത്തെ അത് റെസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് കീപ്സ് ദ പേഷ്യൻസ് കംഫർട്ടബിൾ ആൻഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ്. ഏതാനും വർഷങ്ങൾ ആ രോഗിക്ക് ഗർഭാശയ പ്രശ്നമാണെങ്കിൽ ആ സ്ത്രീക്ക് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ചേർന്ന് ഏതാനും വർഷങ്ങൾ കംഫർട്ടബിളായിട്ട് ആശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ക്യാൻസർ അഫെക്ഷൻസ് ദ സ്റ്റേറ്റ് ഓഫ് ലൈഫ് ഈസ് വെരി ലോ. ഇതാണ് നിരീക്ഷണം. അർബുദത്തിൻ്റെ അവസ്ഥയിൽ ഈ ജീവൻ്റെ അവസ്ഥ, അതായത് ജീവശക്തിയുടെ വൈറ്റാലിറ്റിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, വളരെ ലോ ആയിരിക്കും. ദ സ്റ്റേറ്റ് ഓഫ് ഓർഡർ ഈസ് ജനറലി ബിയോണ്ട് റെസ്റ്റോറേഷൻ. പൊതുവെ അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും പൊതുവെ. ദെൻ വി കം ടു സ്റ്റേറ്റ്സ് ഓഫ് ദി ലാരിങ്സ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ലാരിഞ്ചിയൽ മെഡിസിൻ. സ്വനവേടകമായിട്ട് ബന്ധപ്പെട്ട് വളരെ അത്ഭുതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണ് അർജൻറ്റൻ മെറ്റ്. ലോസ് ഓഫ് വോയിസ് വിത്ത് ഇൻഫ്ലമേഷൻ ഫ്രം ഓവർ യൂസ് ഓഫ് ദ വോയിസ്. ശബ്ദം അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ, ഗായകർ, പ്രാസംഗികർ, അങ്ങനെയുള്ള ആളുകളിൽ വീക്കം ഉണ്ടാകുന്നു, ശബ്ദം നഷ്ടപ്പെടുന്നു. സച്ച് ആസ് ഒക്കേഷൻ സിംഗേഴ്സ് ആൻഡ് ടോക്കേഴ്സ്. വൺ ഹു ഈസ് കമ്പൽ ടു യൂസ് ദ ലാരിങ്സ് മച്ച്. അവരൊക്കെയാണ് സ്വനവേടകത്തെ കൂടുതൽ ഉപയോഗിക്കാൻ നിർബന്ധിതരായിത്തീരുന്നവർ. ദിസ് തന്നെ പാരലിറ്റിക് വീക്ക്നെസ് ഓഫ് ദ വോക്കൽ കോഡ്സ്. സ്വനതന്ത്രികളുടെ ഒരു തളർച്ച അവിടെ ഉണ്ടാകാം. റണ്ണിങ് ഓൾ ത്രൂ ദിസ് റെമഡി ദർ ഈസ് അഗ്രവേഷൻ ഫ്രം എനി ലിറ്റിൽ പ്രൊലോങ്ഡ് എക്സേഷൻ. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചെറിയ ഒരു വ്യായാമം കൊണ്ട്, ചെറിയൊരു അധ്വാനം കൊണ്ട് വല്ലാതെ വർധന ഉണ്ടാകുന്നു. പാരലിറ്റിക് ടെൻഡൻസി വിത്ത് അഗ്രവേഷൻ ഫ്രം എക്സേഷൻ. അധ്വാനം കൊണ്ട് വർദ്ധിക്കുന്ന ഒരു തളർവാദത്തിൻ്റെ ഒരു പ്രവണത. സോ ഇറ്റ് ഈസ് ഇൻ ദ ലങ്സ്. ശ്വാസകോശത്തിൽ അതുകൊണ്ട് ഇൻ എവറി പാർട്ട് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു തളർച്ച നമുക്ക് കാണാം. ആൻഡ് ദെൻ കംസ് ദ ലോസ് ഓഫ് വോയിസ്. അതിനോട് ചേർന്നാണ് ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ. Now apply all that we know of its ability to infiltrate. ഇനി ഇതെല്ലാം നമുക്ക് ഈ ഇൻഫിൽട്രേഷനുള്ള ഇതിൻ്റെ ഒരു പ്രവണത തുടക്കം മുതൽ നമ്മൾ കണ്ടാണ്. അർജൻറ്റൻ മെറ്റിന് ഇൻഫിൽട്രേഷൻ ഉണ്ടാക്കാൻ അന്യ സ്രവങ്ങളും പദാർത്ഥങ്ങളും ഒക്കെ വന്ന് കലകളിൽ അടിഞ്ഞ് അവിടെ കട്ടിയുണ്ടാക്കുന്നൊരവസ്ഥ.
അതുമായിട്ട് ചേർത്ത് വായിക്കുക. ഇനി വി ഹാവ് ട്യൂബർകുലോസിസ് ഓഫ് ദ ലാരിങ്സ്, സ്വനവേടകത്തിൽ ക്ഷയം, അവിടെ ക്ഷയം ഉണ്ടാകുന്നു. സിംഗേഴ്സ്, പബ്ലിക് സ്പീക്കേഴ്സ് ഹു ആർ ബ്രോക്കൺ ഡൗൺ നെർവസ് ഓഫ് പുവർ ഡൈജഷൻ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പ്രഭാഷകർ, ഗായകരൊക്കെ ആകെ തകർന്നടിഞ്ഞ് നാഡികളൊക്കെ ആകെ അവശമായി ദഹനശക്തിയൊക്കെ കുറഞ്ഞൊരു സാഹചര്യം. ബാഡ് ഇൻഹെറിറ്റൻസ്, ഓരോ പാരമ്പര്യം, മോശം പാരമ്പര്യം അവർക്കുണ്ട്. ടേക്ക് ഓൺ ട്യൂബർകുലോസിസ് ഓഫ് ദ ലാരിങ്സ്, അങ്ങനെയുള്ള ആളുകളിൽ ഈ സ്വനപേടകത്തിൽ ക്ഷയമുണ്ടാകുന്നു. ആൻഡ് ദ വോയിസ് ഈസ് ലോസ്റ്റ്, ശബ്ദം പോയി. അൾസറേഷൻ ഫോളോസ്, പിന്നാലെ വരുന്നത് വ്രണങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് ദിസ് ട്രബിൾ ഫൈനലി ഗോസ് ഇൻ ടു ദ ലങ്സ്, പിന്നീട് അത് സ്വനപേടകത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ദ എമേഷിയേറ്റ് ആൻഡ് ഗെറ്റ് നൈറ്റ് സ്വെറ്റ്സ്, അപ്പോൾ ശരിക്കുള്ള ശ്വാസകോശ ക്ഷയത്തിൻ്റെ ലക്ഷണങ്ങളായി ആള് ശോഷിക്കുന്നു, രാത്രി വിയർപ്പൊക്കെ ഉണ്ടാകുന്നു. ലോസ് ഓഫ് വോയിസ് ജനറലി ഓഫ് എ പെയിൻഫുൾ ക്യാരക്ടർ, ശബ്ദം പോകുന്നു, അതിന് വേദന അതിനോട് ഇവിടെ തൊണ്ടയും നെഞ്ചിലൊക്കെ വേദനയുണ്ട് പൊതുവെ. എഗെയിൻ കോൾഡ് സെറ്റിൽ ഇൻ ദ ലാരിങ്സ്, തണുപ്പടിക്കാൻ നേരം തൊണ്ടയിൽ വന്ന് അടിക്കുന്നു. ഇത് കൊട്ടേഷനാണ്. കനോട്ട് സ്പീക്ക് എ ലൗഡ് വേർഡ്, കോൺസ്റ്റന്റ് ടിക്ലിംഗ് ഇൻ ലാരിങ്സ് പ്രൊവോക്കിംഗ് കോഫ്, ഒച്ചത്തിലൊരു വാക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴേക്കും തൊണ്ടയിലിങ്ങനെ മാറാതെ വിട്ടുമാറാതെ ചൊറിച്ചിലുണ്ടാകുന്നു, ആ ചൊറിച്ചിൽ കൊണ്ട് ചുമയുണ്ടാകുന്നു. ഇത് കൊട്ടേഷനാണ്. റോനസ് ആൻഡ് സോർനസ് ഇൻ അപ്പർ പാർട്ട് ഓഫ് ദ ലാരിങ്സ്, ഈ സ്വനപേടകത്തിന്റെ മേലെ ഭാഗത്ത് തൊലി പോയ പോലെ അവിടെ നൊമ്പരം. ലാഫിംഗ് അഗ്രവേറ്റ്സ് ആൻഡ് ദ കഫിംഗ്, ചിരിക്കുന്ന കൊണ്ട് ചുമ വർദ്ധിക്കുന്നു, ചിരി ചുമയെ വർദ്ധിപ്പിക്കുന്നു. ലാഫിംഗ് വിൽ കോസ് ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ്, അപ്പോൾ ചിരിക്കുന്ന കൊണ്ട് സ്വനപേടകത്തിൽ ഇക്കിളി ഉണ്ടായിട്ടാണ് ചുമ വരുന്നത്. ഹി വിൽ സ്ക്രാപ്പ് ഔട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്രേ മ്യൂക്കസ്, അങ്ങനെ ചുമച്ച് ധാരാളം ചാരനിറത്തിലുള്ള കഫം, നമ്മൾ അർജന്റീന നേരത്തെ കാണുന്നത് ചാരനിറത്തിലുള്ള കഫം ധാരാളമായി പുറത്തു പോകുന്നു. ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്രേ മ്യൂക്കസ് എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. ഇഫ് ദ ഇറിറ്റേഷൻ ഈസ് ഇൻ ദ സ്മാളർ എയർ പാസേജസ് ഇൻ ദ ലങ്സ്, ലാഫ്റ്റർ വിൽ സെറ്റ് ഹിം ടു കഫിംഗ് ആൻഡ് ഹി വിൽ സ്ക്രൈപ്പ് ഔട്ട് ഗ്രേ മ്യൂക്കസ്. ഇനി ശ്വാസകോശത്തിനുള്ളിൽ ചെറിയ ഈ വായു കടന്നു പോകുന്ന ചെറിയ നാളികളിലാണെങ്കിൽ അവിടെയും ചുമയുണ്ടാകുന്നു, ചാരനിറത്തിലുള്ള കഫം പുറത്തു പോകുന്നു. കൊട്ടേഷനാണ്. ഓർ ദ ബൈഫർക്കേഷൻ ഓഫ് ദ ട്രക്കിയ എ റോ സ്പോട്ട് വെൻ യൂസിങ് ദ വോയിസ് ടാക്കിംഗ് ലാഫിംഗ് ആൻഡ് സിംഗിങ്. അപ്പോൾ ഈ സ്വനപേടകത്തിൻ്റെ ആ ഒരു വിഭജന രേഖയിൽ, ആ ബൈഫർക്കേഷൻ ഭാഗത്ത്, അവിടെ തൊലി പോയ പോലൊരു ഭാഗം, അവിടെ ശബ്ദം ഉപയോഗിക്കുമ്പോൾ, അവിടെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോഴൊക്കെ അവിടെ ചൊറിച്ചിലുണ്ടാകുന്നു. സംസാരിക്കുമ്പോഴൊക്കെ ചൊറിച്ചിലുണ്ടായിട്ട് ചുമയുണ്ടാകാം. ഇൻ ദ മിഡിൽ ഓഫ് ദ ചെസ്റ്റ് എ റോ സെൻസേഷൻ, നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഇതേപോലെ തൊലി പോയ പോലെ തോന്നലുണ്ടാകാം. കൊട്ടേഷനാണ്. റഫ്നെസ് ആൻഡ് ഹോഴ്സ്നെസ് ഓഫ് ദ വോയിസ്, തൈസിസ് ഓഫ് ദ ലാരിങ്സ്, സ്വനപേടകത്തിൽ ക്ഷയം, പരുക്കൻ ശബ്ദം ഉണ്ടാകുന്നു. ഇൻ ദോസ് വിതേർഡ് യങ് പീപ്പിൾ, ചെറുപ്പക്കാരാണ്, ആകെ അവസരമായ ചെറുപ്പക്കാർ. എ യങ് മാൻ വെൻ ഹീസ് നോട്ട് മോർ ദാൻ 25 ലുക്സ് ടു ബി 50, 25 വയസ്സിലധികമില്ല, പക്ഷെ കണ്ടാൽ 50 വയസ്സ് തോന്നിക്കും. മെനി റിങ്കിൾസ് ആസ് ദോ ഹി ഹാഡ് മെനി സ്കേഴ്സ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കാര്യങ്ങളൊക്കെ നേരിട്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ആകെ അവശമായി തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ പോലെ തോന്നും. ഹി ഹാസ് എ ഡ്രൈ കോഫ്, ഒരു വരണ്ട ചുമയൊക്കെ ഉണ്ടാകുന്നു. ഗെറ്റ്സ് അപ്പ് എ ലിറ്റിൽ ഗ്രേ മ്യൂക്കസ്, കുറച്ച് ചാരനിറത്തിലുള്ള കഫം വരുന്നു. ബട്ട് ഹി മേ ബി സംവാട്ട് വേറി, എങ്കിലും അയാളങ്ങനെ സാധാരണ ക്ഷയരോഗിയെ പോലെ അവശനല്ല, അയാളിങ്ങനെ മെലിഞ്ഞതാണ്, പക്ഷെ നല്ല ചൊറിയുറക്കം അയാൾക്കുണ്ട്. ഗെറ്റിംഗ് അബൌട്ട് ഫെയർലി വെൽ, അയാൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഹാസ് ഇൻഹെറിറ്റഡ് തൈസിസ്, അയാൾക്ക് ക്ഷയരോഗം പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ദ കോഫ് ഈസ് എ ഡീപ്പ് കോഫ്, ആഴത്തിൽ നിന്ന് വരുന്ന ചുമയാണ്. ഈസ് അഗ്രവേറ്റഡ് ഫ്രം ലാഫിംഗ്, ചിരിക്കുന്നതുകൊണ്ട് ചുമ വർദ്ധിക്കുന്നുണ്ട്. ടോക്കിംഗ് ആൻഡ് ഇൻ എ വാം റൂം, സംസാരിക്കുന്നുണ്ട് ചുമ വർദ്ധിക്കുന്നുണ്ട്, ചൂടുള്ള മുറിയിൽ ചുമ വർദ്ധിക്കുന്നുണ്ട്. ലാഫിംഗ് കോസസ് കോഫ് ആൻഡ് കോസസ് മ്യൂക്കസ് ഇൻ ലാരിങ്സ്, ചിരി ഇവിടെ മുഴുവൻ പ്രശ്നമാണ്. അർജന്റം മെറ്റിൽ അവിടെ ചുമയുണ്ടാക്കുന്നു, സ്വനപേടകത്തിൽ കഫമുണ്ടായി അത് പുറത്തു പോകുന്നു. ദിസ് റെമഡി വിൽ ടേൺ അസൈഡ് ഇറ്റ്സ് ത്രെട്ടനിങ് തൈസിസ്. അപ്പോൾ ഈ ഔഷധം ലക്ഷങ്ങൾ യോജിക്കുകയാണെങ്കിൽ അയാളെ ജീവന ഭീഷണിയാവുന്ന ക്ഷയത്തിൻ്റെ ആ സ്ഥിതിയെ അത് മാറ്റിമറിച്ച് അയാളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. ദിസ് ഡ്രൈ ടീസിങ് കഫ്, ഈ ഒരു ക്ഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള അയാളെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്ന വരണ്ട ചുമ,
എ ലിറ്റിൽ ഡ്രൈ ഹോക്കിംഗ് കോഫ് എസ്പെഷ്യലി കംസ് അണ്ടർ ദിസ് റെമഡി. ഈ ഔഷധത്തിന്റെ കീഴിൽ ഔഷധത്തിന്റെ പൂവിങ്ങിൽ നമുക്ക് കാണുന്നുണ്ട് ചെറിയ വരണ്ട ആളെ മൊത്തം ഉലയ്ക്കുന്ന ചുമയുണ്ട്. ഇൻ നോ ഇൻസ്റ്റൻസ് ആർ വി likely to have these violent spasmodic shaking curves such as we find in bryonia. ബ്രയോണിയയിൽ നമ്മൾ കാണുന്ന പോലുള്ള വരണ്ട ചുമ മറ്റ് സന്ദർഭങ്ങളിലൊന്നും നമ്മൾ കാണില്ല. ഈ വല്ലാതെ ശക്തമായ വരണ്ട ആളെ മൊത്തം ഒലയ്ക്കുന്ന ചുമ, ബ്രയോണിയിൽ കാണുന്ന പോലെ ചുമ മറ്റ് സാഹചര്യങ്ങളിൽ നമ്മൾ കാണാറില്ല. ഇതേപോലെ സ്വനവേടകവും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷയത്തിന്റെ സാഹചര്യങ്ങളാണത് കാണുന്നത്. When coughing a sore feeling in the larynx, ചുമക്കാൻ നേരത്ത് സ്വനവേടകത്തിൽ തൊലിയൊക്കെ പോയാൽ ഉണ്ടാകുന്ന പോലുള്ള തോന്നല്. The cough is accompanied with an easy expectoration. ചുമയോട് ചേർന്ന് വളരെ എളുപ്പത്തിൽ കഫം പോകും. അത് കൊട്ടേഷനാണ്. He does not usually cough so much to get up the mucus as he does to relieve a little irritation. അപ്പോൾ ചെറിയൊരു ഇറിറ്റേഷനെ മറികടക്കാൻ വേണ്ടി ചുമക്കുന്ന ആ ചുമ മതി, കഫം പോയിക്കോളും. കഫം പുറത്തു കളയാൻ വേണ്ടി വല്ലാതെ ചുമച്ച് കഷ്ടപ്പെടേണ്ടതില്ല. ചില ക്ഷയരോഗികളൊക്കെ അല്പം കഫം പോകാൻ വേണ്ടി വല്ലാതെ ആയാസപ്പെട്ട് ചുമക്കും. വരണ്ട ചുമയാണ്, കഫം പോകുന്നില്ല, പക്ഷെ കഫമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, വരണ്ട ചുമയാണ്, കുറച്ചൊന്ന് ചുമച്ചാൽ മതി, ആ കഫം പോയിക്കോളും. ബട്ട് വെൻ ദർ ഇസ് മ്യൂക്കസ് ഇറ്റ് ജനറലി കംസ് അപ്പ് ഈസിലി. കഫം ഉണ്ടെങ്കിൽ അത് പൊതുവെ അത് വേഗം പുറത്തേക്ക് വരും. ജനറലി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളാം കേട്ടോ. അപ്പോൾ ഔഷധത്തിൻ്റെ പൊതു അവസ്ഥ യോജിക്കുകയാണെങ്കിൽ കഫം അത്ര എളുപ്പത്തിൽ പുറത്തു വരാത്തൊരു സാഹചര്യം ആ രോഗിക്കുണ്ടെങ്കിലും അതൊരു എക്സെപ്ഷൻ എന്ന് കരുതിയാൽ മതി. കാരണം ജനറലി എന്നാണ് വേണ്ടി പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് സോ ഡിഫിക്കൽട്ട് ടു ഡിറ്റാച്ച് ആസ് യു ഫൈൻഡ് ഇൻ മെനി റെമഡീസ്. പല ഔഷധങ്ങൾക്ക് നമ്മൾ കാണുന്നത് പോലെ ഈ കഫത്തെ വിട്ടുപോകാൻ വലിയ പ്രയാസമൊന്നും അർജന്റം മെറ്റിൽ ഇല്ല. ഈ വീടൊരു കൊട്ടേഷനാണ്. ഈസി ഡിറ്റാച്ച് മ്യൂക്കസ് ഇൻ ദ ലാരിങ്സ് കൊട്ടേഷനായിട്ട് പറയുകയാണ്. സ്വനവേടകത്തിൽ വളരെ വേഗം കഫം പോകുന്നു. ഈ സിംപ്ലി സ്ക്രാപ്സ് ഇറ്റ്സ് ഔട്ട് ബൈ ആൻ എഫോർട്ട് ഓഫ് ദ ലാരിങ്സ്. ചെറിയൊരു പ്രയത്നം മതി, അത് പുറത്തു പോകും. cough and scraping of the larynx during the daytime and evening, worse in a warm room and better in open air and from motion. തൊണ്ടയിൽ ഇങ്ങനെ ചുരണ്ടിയെടുക്കുന്ന പോലെ വല്ലാതെ നൊമ്പരം ഉണ്ടാക്കുന്ന പോലെ ചുമ പകൽ സമയത്ത് സായാഹ്നത്തിൽ ചൂടുള്ള മുറിയിൽ അത് വർദ്ധിക്കുന്നു. തുറന്ന വായുവിൽ ചലിക്കുമ്പോഴൊക്കെ ആ ചുമയ്ക്ക് ശമനമുണ്ട്. ഇറ്റ് ഹാസ് എ സെൻസ് ഓഫ് വീക്ക്നെസ് ഇൻ ദ ചെസ്റ്റ്. ഈ ഔഷധത്തിന് നെഞ്ചിലൊരു ക്ഷീണം, ക്ഷയരോഗികളൊക്കെ ചേർന്ന് വരുന്നൊരു കാര്യമാണത്. There are two remedies having this weakness of the chest and you cannot easily tell them apart. രണ്ട് ഔഷധങ്ങൾ പറയുകയാണ്, ഒരു കമ്പാരിസണിലേക്കാണ് എൻ്റെ വരുന്നത്. വീക്ക് വോയിസ്, വീക്ക് ചെസ്റ്റ്, എ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്. അതായത് ശബ്ദം ക്ഷീണിതമാണ്, നെഞ്ച് ക്ഷീണിതമാണ്, ശ്വസിക്കാൻ പ്രയാസം. ആൻഡ് സോ ഡിഫിക്കൽട്ട് ടു ടാക്ക്, സംസാരിക്കാൻ പ്രയാസം. ആൻഡ് സോ ഡിഫിക്കൽട്ട് ടു കോഫ്, ചുമക്കാൻ പ്രയാസം. ബിക്കോസ് ദ മസിൽസ് ഓഫ് ദ ചെസ്റ്റ് ഫീൽ സോ വീക്ക്. കാരണം നെഞ്ചിലെ പേശികൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇനി ഏതാണ് ഔഷധങ്ങൾ? ദീസ് ടു മെഡിസിൻസ് ആർ അർജന്റം മെറ്റ് ആൻഡ് സ്റ്റാനം. അർജന്റം മെറ്റും സ്റ്റാനവുമാണ് ഇത്ര സമാനതയുള്ള രണ്ട് ഔഷധങ്ങൾ. ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ദ മസിൽസ് ഓഫ് ദ ചെസ്റ്റ്. നെഞ്ചിലെ പേശികളിൽ ഭയങ്കരമായ ക്ഷീണമാണ് ഒരു പ്രധാന കാര്യം. ദ പേഷ്യന്റ് ഡ്വെൽസ് അപ്പോൺ ഇറ്റ്സ് മച്ച് ആൻഡ് ഇറ്റ് ഈസ് എ വീക്ക്നെസ് ഫാർ ബിയോണ്ട് വാട്ട് ക്യാൻ ബി അക്കൗണ്ടഡ് ഫോർ ഇൻ ട്യൂബർക്കുലോസിസ്. അപ്പോൾ ക്ഷയരോഗത്തിൽ പൊതുവെ പറയുന്ന ആ ക്ഷീണത്തിന്റെ കൂട്ടത്തിൽ ഇതിനെ പെടുത്താൻ പറ്റില്ല. രോഗി അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കും. ഇത് ക്ഷയരോഗത്തിന്റെ ഭാഗമായ ക്ഷീണമാണോ അല്ലാന്ന് അയാൾക്കാർ മനസ്സിലാവും. അപ്പം നെഞ്ചിലെ പേശികളിലാണ് ഈ ക്ഷീണം. അയാൾ അതിനെക്കുറിച്ച് വല്ലാതെ വിഷമിക്കും, ചിന്തിക്കും. എ പാരലിറ്റിക് വീക്ക്നെസ് ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചിലൊരു തളർച്ച ഉണ്ടാകുന്ന പോലെ ക്ഷീണം. ഓഫ് കോഴ്സ് ദിസ് ഈസ് വോളി ഡിഫറെന്റ് ഫ്രം ദ ആന്റിമോണിയൻ ടാർട്ട് വിച്ച് ഹാസ് എ ഡ്രെഡ്ഫുൾ വീക്ക്നെസ് ഓഫ് ദ ചെസ്റ്റ്. പക്ഷേ ആന്റി ടാർട്ടിൽ നമ്മൾ കണ്ട പോലെ നെഞ്ചിലുണ്ടാകുന്ന ഭയജനകമായ ഒരു ക്ഷീണമല്ല. ബട്ട് ഇൻ ദാറ്റ് റെമഡി യു വിൽ റിമെമ്പർ ഇറ്റ് ഈസ് ഇൻ ആൻ അക്യൂട്ട് എഫെക്ഷൻ. ആന്റി ടാർട്ടിൽ നമ്മൾ കണ്ടത് അക്യൂട്ട് കണ്ടീഷനാണ്, ഇവിടെ അങ്ങനെയല്ല, ക്രോണിക് അവസ്ഥയാണ്. അപ്പോൾ ആ രണ്ട് സാഹചര്യങ്ങൾ തമ്മിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് സ്യൂട്ടബിൾ ഇൻ ലിങ്കറിങ് കംപ്ലൈൻസ്. ഇവിടെ ഒരു ക്രോണിക് കണ്ടീഷൻ, ലിങ്കറിങ് കംപ്ലൈൻസ് ആണ്. അയാളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, ഒരു ക്രോണിക് നേച്ചർ ഉണ്ട്. സിക്നസ് ഓഫ് ലോങ് സ്റ്റാൻഡിങ്. So that great weakness of the chest means that which I have tried to describe, and it is that which patients will often fail in their effort to describe. അപ്പോൾ ഈ ഒരു കാര്യം നെഞ്ചിലെ വല്ലാത്തൊരു ക്ഷീണം എന്ന് പറയുന്നത് രോഗികൾ വിശദീകരിക്കുമ്പോൾ അവർക്കത് ശരിയായ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതിവിടെ
ഫിസീഷ്യൻ്റെ പണി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ചോദിച്ച് അതൊരു ലോങ് സ്റ്റാൻഡിങ് ആണോ അക്യൂട്ട് നേച്ചർ ആണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള ക്ഷീണമാണോ, പേശികൾ ക്ഷീണമാണോ, പേശികൾ തളർച്ചയാണോ, പാരലിറ്റിക് കണ്ടീഷനാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഫിസീഷ്യനുണ്ട്. നിങ്ങളെയൊക്കെ ശരീരശാസ്ത്രപരമായി നിങ്ങൾക്ക് ആർജിച്ച അറിവുകളെ കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ട ചില സന്ദർഭങ്ങൾ കൂടിയാണ്. ഇത്തരം പുസ്തകങ്ങൾ മാത്രം വായിച്ച് പരിചയമുള്ള എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അമേച്ചേഴ്സിന് ഇത്തരം നിർണായക സന്ദർഭങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ അക്കാഡമിക് പഠനം നിങ്ങളെ അതിനും പ്രാപ്തരാക്കും. ഇനി ഒരു രോഗി പറയുന്നത് കൊട്ടേഷനാണ്, ഡോക്ടർ ഐ ഫീൽ സോ വീക്ക് ഇൻ ദ ചെസ്റ്റ്. നെഞ്ചിന് ഞാൻ എനിക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് പറയും. പക്ഷേ നെഞ്ചെന്ന് പറയുമ്പോൾ ശ്വാസകോശമാണോ നെഞ്ചിലെ പേശികളാണോ എന്നും അവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്നിരിക്കില്ല. നൗ ദിസ് റെമഡി ഈസ് ഫുൾ ഓഫ് കാർഡിയാക് ഡിസ്റ്റർബൻസ്. ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പാൽപിറ്റേഷൻ വെൻ ലൈയിങ് ഓൺ ദ ബാക്ക്. മലർന്നു കിടക്കാൻ നേരത്ത് നെഞ്ചിടിപ്പ് കൂടുന്നു. കൊട്ടേഷനാണ്, എ സെൻസ് ഓഫ് ട്രംബ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്. നെഞ്ചിന് വല്ലാതൊരു വിറയലിൻ്റെതായ ഒരു തോന്നല്. എ സെൻസ് ഓഫ് ക്യുവറിങ്, അല്ല ആടുന്നു, വിറയലിൻ്റെ തന്നെ ഒരു ആംപ്ലിഫൈഡ് രൂപം, ആടുന്നു. ഫ്ലട്ടറിങ്, ട്രംബ്ലിങ്, ഇതെല്ലാം സമാന കാര്യങ്ങളാണ്. വെറുതെ വിറയ്ക്കലല്ല, ആളിങ്ങനെ ഒരു ആടുന്ന പോലെ, ഉലയുന്ന പോലെയൊക്കെ തോന്നും. ആസ് ഇറ്റ് വിൽ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറെന്റ് പേഷ്യൻസ്. ഓരോ രോഗി ഓരോ തരത്തിലായിരിക്കും പറയുന്നത്. ട്രംബ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്, നമ്മളിങ്ങനെ എടുത്താൽ മതി, നെഞ്ചിൽ വിറയൽ എന്ന തരത്തിൽ എടുത്താൽ മതി. ദ ട്രെംലെസ് വീക്ക്നെസ് ഓഫ് ദ ഹോൾ ബോഡി, ശരീരം മുഴുവൻ ഇങ്ങനെ വിറച്ച് ആടുന്ന അവസ്ഥ. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കൈകളും കാലുകളും കാൽപാദങ്ങളും ഇങ്ങനെ ആടും. പാൽപിറ്റേഷൻ വിത്ത് ജനറൽ ട്രംബ്ലിംഗ് ഈസ് സ്ട്രോങ് ദിസ് റെമഡി. അപ്പോൾ നെഞ്ചിടിപ്പും വല്ലാതെയുള്ള വിറയലും കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മുടെ അർജന്റം മെറ്റിന്റെ ഒരു സവിശേഷ ലക്ഷണം. ഈ കൊട്ടേഷനാണ്, ഫ്രീക്വന്റ് പാൽപിറ്റേഷൻ, ഇടക്കിടക്ക് നെഞ്ചിടിപ്പ് വരുന്നു. ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലത്ത്. പാൽപിറ്റേഷൻ അറ്റ് നൈറ്റ്, രാത്രിയിൽ. പാൽപിറ്റേഷൻ അസോസിയേറ്റഡ് വിത്ത് ഹെഡ് ഏക്ക്, തലവേദനയായിട്ട് ബന്ധപ്പെട്ട് നെഞ്ചിടിപ്പ്. ഇതെല്ലാം കൊട്ടേഷനാണ്. വിത്ത് ജനറൽ വീക്ക്നെസ്, ഇതിനോടൊപ്പം പൊതുവെ ക്ഷീണമുണ്ട്. ഗ്രാജുവലി ഇൻക്രീസിങ് വീക്ക്നെസ്, ക്രമേണ വർദ്ധിച്ചു വരുന്ന ക്ഷീണം. നേരത്തെ കണ്ടു, ഗ്രാജുവൽ ഇൻക്രീസ്. ഫ്രം ദിസ് ജനറൽ വീക്ക്നെസ് ദ നീസ് നോക്ക് ടുഗദർ വെൻ വാക്കിംഗ്. ഈ ഒരു പൊതു ക്ഷീണാവസ്ഥയുടെ പരിണിത ഫലമായിട്ട് നടക്കുമ്പോൾ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്നൊരവസ്ഥ, നമ്മളത് ശ്രദ്ധിക്കണം. ട്രംബ്ലിംഗ് ഇൻ ദ നീസ് വിത്ത് പാൽപിറ്റേഷൻ ആൻഡ് ജനറൽ വീക്ക്നെസ്. അപ്പോൾ ഈ വിറയല് മുട്ടിനെയും ബാധിക്കുന്നുണ്ട്, മുട്ടും കൂടി വിറച്ച് മുട്ടുകൾ കൂട്ടിയിടിക്കുന്നു. പൊതു ക്ഷീണത്തോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. ദ ലിംസ് ബിക്കം സ്റ്റിഫ്, കയ്യാലുകൾ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഉറച്ചു പോകുന്നു. ഈ കൊട്ടേഷനാണ്, നംബ്രസ് ഇൻ ദ ലിംസ് ആസ് ഇഫ് അസ്ലീപ്, നിദ്രയിലാണ്ടതുപോലെ കൈകാലുകൾ ഇങ്ങനെ മരവിച്ച അവസ്ഥ. ലോസ് ഓഫ് പവർ, ശക്തി പോയ അവസ്ഥ. ഈ കൊട്ടേഷനാണ് ഇറ്റാലിക്സിലാണ്, മെനി ഓഫ് ദ കംപ്ലൈൻസ് ആർ ഇൻക്രീസ് ഡ്യൂറിങ് റെസ്റ്റ്. വിശ്രമിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും വർദ്ധിക്കും. അപ്പോൾ പൊതുവെ കണ്ടാണത്. പെയിൻ ഇൻ ദ ബാക്ക് ആൻഡ് ലിംസ് വൈൽ സിറ്റിംഗ്, ഇരിക്കുമ്പോൾ മുതുകിലും കൈകാലുകളിലൊക്കെ വേദന. ബെറ്റർ വൈൽ വാക്കിംഗ്, നടക്കാൻ നേരത്ത് വേദനയ്ക്ക് ശമനമുണ്ട്. ഓൾ ദ നെർവസ് എക്സൈറ്റ്മെന്റ് ദാറ്റ് ഈസ് പോസിബിൾ ഇൻ റെമഡീസ് കം അപ്പ് ഇൻ ദിസ് റെമഡി. നാഡീ സംബന്ധമായിട്ട് സാധ്യമായ എല്ലാത്തരം ഉത്തേജിതാവസ്ഥകളും അർജന്റം മെറ്റിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു സുപ്രധാന നിരീക്ഷണത്തോടുകൂടി കെന്റ് ഈ ഔഷധത്തെക്കുറിച്ചുള്ള പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അർജന്റം നൈട്രിക്ക ഒന്ന് അധ്യായം ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.